ഹായ്, ഒല ഇലക്ട്രിക്കിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. സെയിൽസ് ഏകദേശം 45% ഡീഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. അതേപോലെ ലോസ് എന്ന് പറയുന്നത് 418 കോടി രൂപയാണ്. കഴിഞ്ഞ Q2 ഏകദേശം 500 കോടിയായിരുന്നു ലോസ് എന്ന് പറയുന്നത്. ഇത്തവണ നോക്കുമ്പോൾ ലോസ് ഒരു ഇച്ചിരി കുറഞ്ഞായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ സെയിം ടൈമിൽ റവന്യൂ നോക്കിയാൽ റവന്യൂവിൽ ഏകദേശം 45, അതായത് ഒരു 50% റവന്യൂ ഗ്രോത്ത് കുറവാണ്. കഴിഞ്ഞ Q2 ഉണ്ടായിരുന്നതിൽ ഏകദേശം 50% റവന്യൂ കുറഞ്ഞിട്ടുണ്ട്, അതായത് അവരുടെ സെയിൽസ് കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ കമ്പനി കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ മൊത്തത്തിൽ ഏകദേശം 4500 കോടിയാണ് അവരുടെ റവന്യൂ ആയിട്ട് ജനറേറ്റ് ചെയ്തിരുന്നത്. ഈ ഫിനാൻഷ്യൽ ഇയർ നോക്കിക്കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ഹാഫിൽ അവരുടെ റവന്യൂ അവർ ഫസ്റ്റ് ആ 4500 കോടിയിൽ ഫസ്റ്റ് ഹാഫിൽ അവർ കഴിഞ്ഞ H1 ജനറേറ്റ് ചെയ്തിരുന്നത് ഏകദേശം 3000 കോടിയോളം ഫസ്റ്റ് ഹാഫിലായിരുന്നു. പക്ഷേ ഈ H1 നോക്കിയാൽ 1500 കോടിയോളം വരുന്നുള്ളൂ Q1 + Q2 എന്ന് പറയുന്നത്. അതായത് റവന്യൂ 50% കുറവാണ് കമ്പനിക്ക് വരുന്നത്. അതായത് ആ രീതിയിൽ കമ്പനി പെർഫോം ചെയ്യുന്നില്ല. സോ ഇങ്ങനെയുള്ള കമ്പനികളിൽ നിന്ന് നമ്മൾ ഈ നാരേറ്റീവ്സ് ഒക്കെ ഇട്ട് EV അങ്ങനെയുള്ള നാരേറ്റീവ്സ് ഒക്കെ ഇട്ട് അതിലേക്ക് പോകാതെ ഇങ്ങനെ അവർ ഫിഗേഴ്സിൽ അത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കമ്പനികളിൽ നിന്ന് ഒഴിവാക്കി ആ ഒരു ഭാഗത്തേക്ക് പോകാതിരിക്കുന്നത് തന്നെയാണ് നമുക്ക് എപ്പോഴും നല്ലത്. നല്ല സെയിൽസ് ഗ്രോത്തും നല്ല പ്രോഫിറ്റ് ഗ്രോത്തും ഉള്ള ഒരുപാട് കമ്പനികൾ നമുക്ക് അവൈലബിൾ ആകുമ്പോൾ ഇങ്ങനത്തെ കമ്പനികളിലേക്ക് പോകാതിരിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.